ജാനകി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വിവാദങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. സെൻസർ ബോർഡ് ആ ചിത്രത്തിന്റെ റിലീസിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണ്. ജാനകി എന്ന് പറയുന്നത് സീതാദേവിയുടെ പേരിന്റെ പര്യായപദമാണ്. അതുകൊണ്ട് ജാനകി എന്നുള്ള പേര് മാറ്റി വേറെ എന്തെങ്കിലും ഇടണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതുപോലെ പണ്ടത്തെ സെൻസർ ബോർഡൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഏതൊക്കെ പടങ്ങൾ ഇവിടെ റിലീസാകാൻ പറ്റില്ലായിരുന്നു. എനിക്കറിയാവുന്ന കുറച്ച് പടങ്ങളൊന്നും നോക്കാം. മീശ മാധവൻ കള്ളനാണ്, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷേ ഈ മാധവൻ കെട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. എന്നാൽ മാധവന് കള്ളനാവാൻ പറ്റത്തില്ല. കാരണം മാധവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. ഈ ചേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളൊരു ഒരു സ്ഥലമാണ്. അപ്പോൾ മാധവന് കള്ളനാവാൻ പറ്റില്ല, കാരണം കൃഷ്ണന് കള്ളനാവാൻ പറ്റില്ല. അപ്പം മാധവൻ ഇവിടെ അങ്ങനെ കള്ളത്തരം ഒന്നും കാണിക്കണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം മാധവൻ എന്ത് ചെയ്യണമെന്ന്. രാവണപ്രഭു, ഈ സിനിമയിലെ നായികയുടെ പേര് ജാനകി എന്ന് തന്നെയാണ്. മോഹൻലാലിനെ ഈ നായിക കഥാപാത്രം പലപ്പോഴും രാവണനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം രാവണന് സീതയെ കിട്ടുന്നു, അതായത് ജാനകിയെ കിട്ടുന്നു. അങ്ങനെയാണ് സിനിമ പര്യവസാനിപ്പിക്കുന്നത്. അപ്പോൾ മോഹൻലാലിനെ ഇന്ന് ഈ കാലത്താണെങ്കിൽ സംഖ്യകളെല്ലാം കൂടി പഞ്ഞി കിട്ടേനെ. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. അങ്ങനെ മുകുന്ദേട്ടനെ സുമിത്ര ഇപ്പം വിളിക്കേണ്ട. കാരണം മുകുന്ദൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, സുമിത്രയോ ലക്ഷ്മണന്റെ അമ്മയാണ്. അപ്പോൾ രാമായണത്തിനുള്ള സുമിത്ര എങ്ങനെയാണ് മഹാഭാരതത്തിലെ മുകുന്ദനെ വിളിക്കുന്നത്? ഇനി അങ്ങനെ വിളിക്കാൻ പറ്റിയാൽ തന്നെ വിളിക്കുന്ന ശരിയായിട്ടുള്ള കാര്യമാണോ? അത് ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ മതി. അതാണ് സംഘികളുടെ പുതിയ ഇന്ത്യ.